ഏകദേശം 59 മാറിലാണ്ട് നമ്മളിപ്പോൾ വലയിട്ടേക്കണം. അതായത് 59 ആളുകൾ മുകളിൽ നിൽക്കുമ്പോഴുള്ളൊരു ഹൈറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഡീപ്പിലാണ് നമ്മുടെ വല പോയി വന്നേക്കണം. അപ്പോൾ കിട്ടുന്ന മീനുകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവരും മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കാട്ടെ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പണിയെടുക്കുന്നത് ആഴക്കടലാണ് കേട്ടോ. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ ബോട്ടിൻ്റെ സുനാമിയുടെ മുകളിൽ ഇഷ്ടംപോലെ കടൽക്കാക്കകൾ ഇങ്ങനെ വന്ന് പറന്നിങ്ങനെ ഇരിക്കണം കേട്ടോ. നമ്മൾ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സീറ്റ് കിട്ടാത്തവന്മാരും സീറ്റ് കിട്ടിയവന്മാരെല്ലാവരും ഇങ്ങനെ കാഷ്ടിച്ച് നമ്മുടെ മരത്തിങ്ങനെ ഇടണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോന് ഒരു ലൈക്ക് കൊടുക്കാനും കടൽ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കടലിലെ വിവിധമായ വൈവിധ്യമാർന്ന വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് എത്തേണ്ട. അപ്പോൾ അതെ, സ്രാങ്ക് മാത്രമാണ് വീൽ ഹൗസിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടേ കൂടിയൊക്കെ ബോട്ടിനെ വളച്ച് പിടിച്ച്, അതായത് മീൻ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കേണ്ട സ്രാങ്ക്. അത് പാറയുടെ മുകളിൽ കൂടെയൊക്കെ വലിക്കുമ്പോഴാണ് മെയിനായിട്ട് 59 മാറ്, അതായത് ഏകദേശം 59 ആളുകൾ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ആഴക്കടലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയാണ് നമ്മളിപ്പോൾ വല വലിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലോ പണിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് കഴിക്കാനായിട്ട് നെയ്മീനും അതുപോലെ വറ്റയുമാണ് നമ്മൾ കറിക്കെടുത്തേക്കുന്നത്. സാമിയായിട്ടുള്ള വിനീത് ചേട്ടനാണെന്നുണ്ടെങ്കിൽ പാവം ഇവിടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട. അങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല. ഇപ്പോൾ പുള്ളിക്കാരന് കൂടുതൽ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തരോട്ട. കാര്യം ശരി, നോൺ വെജ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം പച്ചക്കറി കഴിക്കണത് അതൊരു വേറെ ടേസ്റ്റാണ്. അങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ നമ്മുടെ ബോട്ടിനകത്ത് മുട്ട പുഴുങ്ങി വെക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണമാവാൻ ഏകദേശം ടൈമാവും. അപ്പോൾ രാവിലത്തേക്ക് എല്ലാ ചേട്ടന്മാർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കോഴിമുട്ട പുഴുങ്ങി വെക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഓരോ മുട്ട ഇങ്ങനെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കിളികൾ ഇങ്ങനെ പറന്ന് വന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുനാമിയും ഇങ്ങനെ ഇരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ സീറ്റ് ഫുള്ളായതിൻ്റെ പേരിൽ ഒരുത്തനിങ്ങനെ സീറ്റ് കിട്ടാണ്ട് അവൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ട. എൻ്റെ ഒരു സംശയമാണ്, അതായത് ഇവന്മാർ എവിടെ നിന്ന് വന്നെന്നുള്ളത്. ഇഷ്ടംപോലെ കിളികൾ നമ്മൾ ഈ ആഴക്കടലിലേക്ക് എല്ലാം ഇങ്ങനെ വരോട്ടെ. ഇവന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ കാണാൻ പറ്റില്ല. ഇവന്മാർ ഈ ബോട്ടിൻ്റെ മുകളിലാണ് കൂടുതൽ സമയവും ഇങ്ങനെ ചിലവഴിക്കുന്നുണ്ടാ. അപ്പോൾ കുറേ നേരമായിട്ട് ഒരുത്തൻ നമ്മുടെ ഈ ബോട്ടിൻ്റെ സുനാമി വന്നിരിക്കും, അവൻ പറന്നു പോകും. പയ്യെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോങ്ങിലിരുന്ന് ഇവനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കേണ്ട. വല വലിച്ച് കയറ്റണതിൻ്റെ ഇടയിൽ നമ്മുടെ ബോർഡുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കി. അപ്പോൾ ആഴക്കടല അതിൻ്റെ പേരിൽ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും മീൻ ഉണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോർഡ് ഉടക്ക് മാറ്റി മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കേണ്ട. പാറ ഒരുപാടുള്ള സ്ഥലമൊന്നും ഉണ്ട്. കാരണം വലയിൽ കോടൻ്റ് കയറി വന്നതിന് മുമ്പേ നമുക്ക് പാറകൾ കിട്ടിയിരുന്നു. അതൊക്കെ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞ്. കോടൻ്റ് കയറി വന്നതിന് മുമ്പ് നമ്മുടെ ബോട്ടിനകത്ത് വലയിലൊരു അതിഥി വന്നിരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്നുണ്ടെങ്കിലും കാണുന്ന പോലെ ഇല്ലവൻ നല്ല അപകടകാരിയുണ്ട്. അതായത് ഈ മുള്ള് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുകഴിഞ്ഞാൽ ശരീരത്തിൽ നല്ല കട്ടഴപ്പെടുക്കും. അതുപോലെ ഒന്നും പറയണ്ട, നമുക്ക് കൈ കൊണ്ടൊക്കെ ഒട്ടുമിക്കവരും തൊടുവിൽ അങ്ങനെ നേരെ എടുത്ത് ഞാൻ കടലിലേക്ക് കളഞ്ഞിട്ടുണ്ട് ഈ സാധനത്തിന്. തുമ്പൻ എന്നാണ് പറയണത്. അപ്പോൾ അതെ, നമ്മുടെ കോടൻ്റ് കയറി വന്നിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്നത് പടിഞ്ഞാറൻ കടലിൽ, അതായത് ഏകദേശം 59 മാറ് 60 മാറിലുള്ള ആഴക്കടലിലുള്ള മീനുകളെയാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. വലിയിട്ടപ്പോൾ നമുക്ക് കിട്ടിയത് കടലിൻ്റെ അടിയിൽ കാണുന്ന പവിഴപ്പുറ്റുമേക്ക് ഇരിക്കണോടത്ത് ഒരു പാറകളുടെ കഷ്ണം കൊണ്ട് കിട്ടിയത്. അപ്പോൾ അത് ഈ കാണുന്നത് നമ്മുടെ ആഴക്കടലിൽ കാണുന്ന ഉണ്ണിമേരി എന്ന് പറയും, സിൽക്ക്, അതുപോലെ പുതിയാപ്പിളക്കോര, അങ്ങനെ പല പേരുണ്ട് ഈ മീൻ. കണ്ട, ആഴക്കടലിൽ കാണുന്ന മീനാണ് ഈ കാണുന്നത് ഉണ്ണിമേരി എന്ന് പറയുന്നത്. ഇതിനെ ഭക്ഷിക്കും, നമ്മൾ തൊലി ഒലിച്ചൊക്കെ കഴിക്കണം, കാരണം ഇതിൻ്റെ സ്കിൻ ഭയങ്കര ഹാർഡാണ്. കണ്ട, ഇത് നോക്കി,
ഉണ്ണിമേരി നിങ്ങളുടെ നാട്ടിൽ പറയണ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന മീനാണ് നമ്മുടെ റോബിൻസ്, സീ റോബിൻസ് എന്ന് പറയും. അതായത് ആഴക്കടലിൽ നീന്താനും അതുപോലെ നടക്കാനും കഴിവുള്ള ഒരു മീനാണ് ഈ സീ റോബിൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മീനുകൾ. പക്ഷേ ഇവന്മാരെ നമ്മൾ ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കില്ല, കാരണം കൂടുതലും പോണത് വളത്തിനാണ്. ഇവന്മാരുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഹാർഡായിരിക്കും ഉള്ളത്. കണ്ട ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കി. ഇങ്ങനത്തെയൊക്കെ മീനുകളെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോന് കമൻറ്റ് ചെയ്യാനും അതുപോലെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ ബോട്ടിൽ കിട്ടിയ അതിഥികളാണ് ഇവർ, ഈ ഞണ്ടുകൾ. അപ്പം നിങ്ങൾ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഞണ്ടുകളെ പിടിച്ച വേറൊന്നുമുണ്ടല്ലോ, നമ്മൾ ഈ ഞണ്ടുകൾക്ക് വേണ്ടിയിടുന്ന വലല്ല, ഇവന്മാർ വന്ന് കയറണാണ് ഇതിനെ ഭക്ഷിക്കാനാ. കുഞ്ഞച്ചൻ ചേട്ടൻ കയ്യിലെടുത്ത് വെച്ചാണ് സാധനത്തിനെ കണ്ട, അതാണ് നമ്മുടെ കണവ എന്ന് പറയുന്നത്. കണവനെ തിന്ന് തീർത്തവനാണ് ഈ കാണുന്ന പൊത്തലിന് വേറൊരു പേരും കൂടി ഉണ്ട്, കടൽ മാക്രി എന്ന് പറഞ്ഞൊരു പേരുണ്ട് നമ്മുടെ പൊത്തലിന്. അപ്പോൾ ഇവന്മാരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലയ്ക്ക് കയറി കഴിഞ്ഞാൽ അവന്മാർ ഈ കോന്ത്രമ്പല്ല് വെച്ച് മറ്റുള്ള മീനുകൾ ഇങ്ങനെ കടിച്ച് തിന്നൊരു പരിവാക്കും. അതുപോലെ ഈ മീനിനെ ഞാൻ കണ്ടിട്ടില്ല, ആഴക്കടലിൽ കിട്ടുന്ന മീനാണ്. അക്കൂറിയത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട്. അപ്പോൾ ഈ മീനിൻ്റെ പേരറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനെ കഴിക്കുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ട ആവശ്യമില്ലാത്ത മീനുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ തിരിച്ച് കടലിലേക്ക് തന്നെ കളയും. ഈ തുമ്പൻ എന്ന് പറഞ്ഞ മീനൊന്നും നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അത് നേരെ തിരിച്ച് കടലിലേക്ക് തന്നെ കളയണ്ട. കടലിലെ ഏലിയൻസ് അല്ലെങ്കിൽ പ്രഡേറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ട് ഈ കാണണം, നമ്മുടെ ഒക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളി എന്ന് പറയും. ദേഹം നോക്കിയേ അവശതായി കിടക്കുന്ന ആള്. എപ്പോഴും പോലല്ല, നമ്മ ഇന്ന് കറിക്കെടുത്താണ് നല്ല അടിപൊളി കൂന്തലുണ്ട. അപ്പോൾ ഇത് ഉപ്പിൽ വേവിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ വിൽസനളിയൻ. ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ വേപ്പിലയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് ഉപ്പിൽ വേവിക്കാനുള്ള പരിപാടിയിലാണ് പുള്ളിക്കാരൻ. പണി നമ്മൾ വിചാരിച്ച പോലെ ഇല്ലാത്തതിൻ്റെ പേരിൽ അടുത്ത വല ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇടേണ്ട.